ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഒരു 10K വീഡിയോ ഇട്ട ശേഷം ഇന്ന് ഇതുവരെ വ്ളോഗ് ഇടാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ട്? താങ്കൾക്ക് സമയമില്ലാത്തതുകൊണ്ട്. അതെ, അതായത് പണിയോട് പണി. മാനേജർ ഓൺ ഡ്യൂട്ടി അല്ലേ? മാനേജർ ഓൺ ഡ്യൂട്ടി കയറിയോണ്ട് മാനേജിങ് ആണ് പരിപാടി. അതെ, നമുക്ക് അതിലും വ്ളോഗ് എടുക്കുന്നതിലും വലിയ പരിപാടി ഉള്ളതുകൊണ്ടിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ വിചാരിക്കും നമ്മൾ വെറുതെ നടക്കണമെന്ന്. ഒരിക്കലും വെറുതെ നടക്കണില്ല. ചിക്കുവിന്റെ ഒരു 3-4 വ്ളോഗ് പെൻഡിങ് ഉണ്ട്. അത് വരാണ്ട് പറഞ്ഞല്ല. അതുകൊണ്ടിട്ട് ചിക്കു വ്ളോഗ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ വ്ളോഗ് കാണാൻ ശ്രമിക്കുക. ഈ വ്ളോഗും ആ വ്ളോഗും എല്ലാ വ്ളോഗും വ്ളോഗല്ലേ, വ്ളോഗാണ് ഉണ്ടാവില്ല. അപ്പൊ നമ്മ ഇന്ന് ഈ ഒരു വീഡിയോ ചിക്കു മുമ്പിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇത് വളരെ നല്ലൊരു അല്ലേ, ഫുഡ് അടിച്ച് നമുക്ക് കട്ടായി. എനിക്കില്ലേ തിരിച്ച് കാണിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാരും തിരക്കിലാണ്. അല്ല, എല്ലാരും തിരക്കില്ല. ഞാൻ മൈക്ക് പിടിക്കണം, ക്യാമറ പിടിക്കണം, എല്ലാം ചെയ്യേണ്ടി വരും. അപ്പൊ എന്തായാലും ഇവിടെ ഒരു യുദ്ധം നടക്കുന്ന ഒരു ദിവസമാണെന്ന്. അത് സീ ഫുഡായിട്ട് മല്ലിടുന്നു. ഒരുപാട് സാധനം കഴിച്ചു ചേർക്കാണ്ട്. നല്ല ലക്കിടിലും പ്രോൺസ് ഒക്കെ ഉണ്ട്. തായ് പ്രോൺസ് എല്ലാവർക്കും നിർത്തി. എല്ലാവർക്കും നല്ലോണം സ്റ്റാസാണ്. ഭയങ്കര ഒന്ന് കട്ട് ചെയ്ത്. അപ്പൊ ഗായ്സ്, ദിസ് ഈസ് ഫ്യൂച്ചർ സായിൽ. പാസ്റ്റ് സായിൽ അവിടെ ആയിരുന്നു, ഇന്നിപ്പോൾ ഫ്യൂച്ചർ സായിലായി. അപ്പൊ നമ്മൾ ആച്ചിയുടെ ഡ്രസ് നോക്കാൻ വന്നേക്കണം. അപ്പൊ ആ ആച്ചി മനസ്സിലാക്കി എന്തിനാ ഡ്രസ് എടുക്കണമെന്ന്. യാത്ര എങ്ങോട്ടേക്കുള്ള യാത്ര? കോഴിക്കോടിലേക്ക് യാത്ര. കോഴിക്കോട് ആരാണുള്ളത്? ആരാണ് നിനക്ക് ഇല്ലാത്ത കോഴിക്കോട് ആരെങ്കിലും വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളല്ല ഇത് ഉദ്ദേശിച്ചത്. ഇത് വേറെ ആളാ. അതായത് കോഴിക്കോട് നമുക്ക് കുറെ ഫാമിലീസ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാം ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ആച്ചീന കടയിൽ ഷർട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ ആച്ചീന കടയിൽ വമ്പൻ ഓഫർ നടക്കുന്നു ഓണം പ്രമാണിച്ച്. ടീഷർട്ട് ഒക്കെ കാണിച്ചു. അപ്പൊ ഓണം പ്രമാണിച്ച് ആച്ചീന കടയിൽ കെൻ സെയിൽ നടക്കുകയാണ്. അപ്പൊ നമ്മൾ ഷർട്ട് നോക്കണം. ആച്ചി എം ആ എല്ലാം ഇതാണോ? അതെല്ലാം ചോദിച്ചാ ഷർട്ടൊക്കെ നോക്കിയിട്ട് കാണാം. അപ്പൊ ഈ ഷർട്ട് നിങ്ങൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം. ഞാൻ ഇതിൽ കാണിക്കൂല. എന്തായാലും നമുക്ക് ഡ്രസ്സൊക്കെ കാണിക്കാം. ഡ്രസ്സ് കാണിക്കുന്നില്ല, ഡ്രസ്സ് എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. എന്നിട്ട് നമുക്കൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. എന്നിട്ട് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പൊ ഈ വ്ളോഗ് ഒരു അന്തവും കുന്തവും ഇല്ലാത്ത വ്ളോഗാണ്. കുറച്ച് അവിടെ, കുറച്ച് ഇവിടെ, കുറച്ച് മറ്റോടത്തൊക്കെ ആയിട്ടാണ്. അപ്പൊ എന്തായാലും എല്ലാരും കാണാ. അച്ചി നമുക്ക് ആ ഇത് കാണാപ്പാ. നീ ഇപ്പൊ ഷർട്ട് എടുക്കുവോ? നാളെ എന്താ നിനക്ക്? ആരല്ലാണ്? അപ്പൊ സുഹൃത്തുക്കളെ, ആഗസ്റ്റിനെ കുറിച്ച് പറയാനുണ്ട്. അതും കൂടി പറഞ്ഞിട്ട് ആഗസ്റ്റിൽ കുറെ ബിരിയാണി കഴിക്കാൻ പറ്റുമെന്നാണ്. ഞാൻ കൊറേ അല്ലെങ്കിലും ഒരു ബിരിയാണി കഴിക്കാം അല്ലേ യാസീൻ? സുഹൃത്തുക്കളെ, ഒരു വലിയ പരിപാടി തന്നെ ഉണ്ട്. എന്താണെന്ന് പറയുക യാസിനെ? അപ്പൊ നമുക്ക് എന്തായാലും ഡ്രസ് എടുത്തിട്ട് കാണാം. അതായത് ഓണം ഷോപ്പിംഗ്. ഓണം വരും മുമ്പേ അതല്ല, സോറി, അവനോടെ തിരക്കിലാണ്. ഓണം വരും മുമ്പേ നമ്മൾ ഷോപ്പിംഗ് തുടങ്ങി. അതെ, ഓണത്തിന് മുമ്പാണ് നമുക്ക് ഓടിയൊക്കെ എടുത്ത് സെറ്റ് ചെയ്യണം. ആദിൽ സെയിൽ അല്ല, ആച്ചി സെയിൽ. അപ്പോ ക്ലോടെക്സിൽ ആച്ചി സെയിൽ നടക്കുന്നു. അതെങ്ങനാ? അപ്പൊ നമ്മുടെ വ്ളോഗിലേക്ക് വിശിഷ്ടാതിഥി കൊച്ചിയുടെ ഷാരൂഖ് ഖാൻ എന്നവൻ തന്നെ പറഞ്ഞു നടക്കുന്നു. ഷാരൂഖ് ഖാൻ എന്ത് പറയുന്നു? അക്സർ, സുഖമാണോ? എനിക്ക് അക്സർ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്കാണ് ഏതാണ്? സുഖമാണോ? അതൊന്ന് പറഞ്ഞേ പ്ലീസ്, എനിക്ക് വേണ്ടി. എന്റെ വ്ളോഗിൽ അപ്പൊ ക്യാമറമാൻ ഒന്ന് മാറ്റാനാണ് എനിക്ക്. അക്സർ പറ. പറഞ്ഞോട് നേരത്തെ വ്ളോഗാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മ പുതിയ മൈക്കിലുള്ള വ്ളോഗാണ്. അപ്പൊ എന്തും മൈനോട്ടായിട്ട് കേൾക്കും. അപ്പൊ അക്സർ ഇത്തിരി ടെറർ മോഡിലാണ്. നമുക്ക് അക്സർ ചെറിയൊരു ആറ്റിറ്റ്യൂഡ്, അങ്ങനത്തെ മൈൻഡൊക്കെ ഉള്ളതാണ്. അതായത് മറ്റുള്ളവർ ചിരിച്ചു വീഴ്ത്തുമ്പോൾ അക്സർ ആറ്റിറ്റ്യൂഡ്
ഇട്ട് വീത്തു ആ ഒരു രീതിയാണ് അക്ഷറുള്ളത്. ആ സ്റ്റൈലൊക്കെ ഒന്ന് റേറ്റ് ചെയ്യാം. അപ്പൊ അക്ഷറിന്റെ വ്ളോഗിൽ കുറെ നമുക്ക് വെയിൻസിന് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അക്ഷറിന്റെ വെയിൻ എങ്ങനെയാണെന്ന് പറയാ, അതൊക്കെ കാണിക്കട്ടോ. അതിനൊന്നും അവനിക്കൊരുതാണോ സംസാരിക്കാൻ പറയാനാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് എന്തായാലും പേയ്മെന്റ് ചെയ്യേണ്ട. ആച്ചിക്ക് പേയ്മെന്റ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങോടുന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ആച്ചിയുടെ ഗസ് ആണോ ഈ വ്ളോഗ് എവിടെ ചെന്ന് അവസാനിക്കുന്നു? മൈക്ക് ഞാൻ കൊണ്ടുണ്ടോ? ഈ വ്ളോഗ് എവിടെ ചെന്ന് അവസാനിക്കുന്നതാണ് ചിലപ്പോൾ. ആച്ചി പറഞ്ഞ പോലെ കോഴിക്കോടാകാം, എവിടെയും എത്താം. ഓ ഗായ്സ്, നമ്മൾ ഷർട്ട് എടുത്തിട്ട് നേരെ ചെറിയ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിലാണ് സർപ്രൈസ് ഒരുക്കിയേക്കണം. അതിൽ സർപ്രൈസ് ആവോ യാസീൻ? സർപ്രൈസ് ആക്കും ഞാൻ ആയില്ലെങ്കിലും. ആയില്ലെങ്കിലും അപ്പൊ നമ്മ ഒരു കേക്ക് മേടിക്കാൻ വേണ്ടി വന്നേക്കണം. എവിടെ വന്നേക്കണം? ക്യൂട്ടി പൈയിലാ വന്നേക്കണം. അപ്പൊ നമുക്ക് കേക്കോ അക്ഷറൊക്കെ എത്തുമോ? അക്ഷരപ്പെത്തൂന്ന് പറഞ്ഞ പെട്രോൾ കേക്ക് നീ എന്താ പോയി ചോദിച്ചത്? കേക്ക് ഉണ്ടെന്നാണോ ചോദിച്ചോ? അപ്പൊ എന്താ പറഞ്ഞു? നമുക്കപ്പം എന്തായാലും അകത്തേക്ക് പോയി നോക്കാം. അക്ഷറിനോട് ചോദിക്കണം. ഹോർലിക്സ് കേക്ക് അതേതാണ്? ഹോർലിക്സ് കേക്ക് ഉണ്ടോ? അതേതാണ്? ഇതാണോ? ഹാഫ് കെ ജി അല്ലേ? അപ്പൊ ആ കേക്ക് മേടിക്കാനായി നമ്മൾ ക്യൂട്ടി പൈയിൽ എത്തിയിരിക്കുന്നു. അക്ഷരം വിളിച്ചിരിക്കുന്നത്. എന്താണ് അക്ഷരം എത്തിരിക്കുന്നതാണോ? കടവിലേക്ക് നാണം എന്തിനാണ് അക്ഷർ? വ്ളോഗ് ദയിപ്പലാൻ പറഞ്ഞത്. അക്ഷർ ഞാൻ വ്ളോഗ് എടുത്തോട്ടെ. എന്ത് ഇംഗ്ലീഷ് ഡിഗ്രിയിൽ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോയവരല്ലേ പ്രിപ്പയർ ആണ്. നീ പണ്ട് വിജയ്ക്ക് അറിയണ്ടോ സാധനം കാണിക്കുള്ളൂ. അതൊന്ന് കാണിച്ചേ പോയി ഒന്ന് കാണിക്ക്. വിജയ്ക്ക് അറിയണ്ട സാധനം അത് കാണിച്ചാൽ നിനക്ക് നീ പറഞ്ഞ എന്ത് സാധനം ഞാൻ മേടിച്ചു തരും. എന്ത് സാധനം ഇപ്പൊ കാര്യമുള്ള മൂടിയല്ല ഞാൻ ഇപ്പൊ സന്തോഷിക്കുന്ന കൂടല്ലേ ചെക്കന് ബർത്ത്ഡേ. ഇമോഷണൽ ആക്കരുത്, എല്ലാരും സ്ട്രാറ്റജി മാറ്റരുത്. നമ്മൾ അധികം പേരൊന്നുമില്ല, അടുത്ത കുറച്ച് സുഹൃത്തുക്കളുമായി നമ്മൾ ഒരു കേക്ക് മുറിക്കാനുള്ളതാണ്. എന്റെ മനസ്സിനോടൊന്നും കേൾക്കൂല എന്നാണ്. രണ്ടാമത്തെ കേക്ക്, അതിലൊരു കേക്കല്ല 2 കേക്ക് വേണമെന്നാണ് അതിൽ പറഞ്ഞത്. എന്താണ് 2 കേക്ക് വേണമെന്നാ എനിക്ക് പറയണം. രണ്ടിലും ഒരെണ്ണ വയസ്സ് അറിയിപ്പിക്കല്. ആ പിന്നെ വെള്ളം ആയിരിക്കും കുടിക്കാന്നല്ലേ പറയണം. പരിപാടി അടുത്ത പരിപാടി കാറിൽ സർപ്രൈസ് ആണ്. അതിന്റെ വിശേഷങ്ങൾ പറയാൻ നമുക്ക് അക്ഷരം വിളിക്കാം. അക്ഷരേ, എന്താ പ്ലാൻ? ഒന്ന് പ്രോപ്പർ പ്ലാൻ നമ്മുടെ കാണികൾ പ്ലാൻ എന്താണ്? പ്ലാനാണ് പറഞ്ഞു. ഞാൻ കൂട്ടി പറയാം. പ്ലാനിങ് എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ദിലുവിന്റെ വീട്ടിൽ പോയി നമ്മൾ സർപ്രൈസ് ചെയ്യുന്നു, ദിലു ആൻഡ് ശാലു. അപ്പോൾ നിങ്ങൾ ദിലു വിചാരിക്കും നമ്മൾ മാത്രമേ ഉള്ളൂ. There comes the gang. വന്നിട്ട് gang ഗുജറാത്തി gang. നാണിച്ചടുത്ത ജില്ലയിൽ പോയി. എന്താ കേട്ടില്ല? യാസീന് ഗിഫ്റ്റ് എന്നാ ഉമ്മ ആദിലിന് നെറ്റിയിലാണോ? ഇല്ല, കവളത്ത്. ഇപ്പൊ ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ആ പാട്ട് പാടോ? സോറി, ADHIL ആദിൽ. അല്ല, ഒരു മിനിറ്റ് ബ്രോ. അതിലെന്താ? അപ്പൊ കേക്ക് എവിടെയോ പാളിയുണ്ട്. പറഞ്ഞു കുറച്ചാള് കേക്ക് കടയുന്നല്ലേ. വേണ്ട ലാസ്റ്റ് ആ കേക്ക് ബോറാവും. അങ്ങനെ പറയരുത്. പിന്നെ കേക്ക് ചപ്പാവുന്നു. അക്ഷര ഇതാന്ന് പറഞ്ഞ ഇതണം. സുഹൃത്തുക്കളെ, നമ്മളാണ് ശരിക്കും ഹോർലിക്സ് കേക്ക് പിടിച്ചത്. അത് പറയട്ടെ, അത് ക്ലാരിഫിക്കേഷൻ വരുത്തട്ടെ. അപ്പൊ നമ്മളാ ഹോർലിക്സ് കേക്ക് പിടിച്ചത്. കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. പ്രശ്നം എന്ത് പ്രശ്നം? പയ്യന് കേക്ക് കിട്ടിയാ പോലെ. കേക്ക് കിട്ടിയാൽ മതി. പയ്യന് കേക്ക് മുഖ്യം. ഹാപ്പിനെസ്. നമ്മളെ കേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ അതുകൊണ്ടോ ഹാഫ് കെ ജി നമുക്ക്. അപ്പൊ നമ്മണെന്ന് മനസ്സിലാവൂലേ? നീ പൊട്ടനാണ് അക്ഷർ. നിന്റെ ഐക്യു ടെസ്റ്റ് ചെയ്തതാണ്.
അക്സർ ഒരു സർപ്രൈസ് മറന്നിരിക്കുകയാണ് സാർ. നമ്മൾ ഒരുമിച്ച് പോണാരും ഒരു ത്രില്ലിലായോണ്ടാണത്. ത്രില്ലല്ല, അതിന് കേക്ക് കഴിക്കുമെന്നുള്ളൊരു ആഗ്രഹം, അതായത് തിന്നണമെന്നുള്ള ആഗ്രഹത്തോടെ ജീവിക്കുന്ന അക്സർ. നാളെ എന്താ പ്രതീക്ഷിക്കുന്നു? നാളെ ഞാൻ ഒരു പ്രതീക്ഷിക്കുന്നില്ലടാ. അതില് ഗ്രൂപ്പില് ഇന്ന് കുറെ ദിവസങ്ങൾ ശേഷമാണ് ആക്റ്റീവ് ആയപ്പോ പറഞ്ഞതാണ്. അപ്പൊ യാസീൻ പറഞ്ഞത് നമുക്ക് കേൾപ്പിക്കാം. അവിടെ സേവ് ചെയ്തോ, ഇവിടെ കാണിക്കാം. നീ ഫോൺ അക്സറിനെ കൊടുത്ത് ഞാൻ ആ വോയിസ് ഒന്ന് എടുക്കട്ടെ. അപ്പൊ അതിലൊക്കെ അപ്പൊ കഞ്ഞിയും പയറൊന്നുമില്ല, അതിനുള്ള വഴി പോലും ഇല്ല എന്നാ വീട്ടിൽ ഉമ്മ ഇപ്പൊ പറഞ്ഞത്. എല്ലാരും അവരവരുടെ വീട്ടിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇനിയും ബർത്ത്ഡേ വേണമെന്ന്. അത് കിടന്നുറങ്ങാം. എന്റെ ക്യാമറമാനെ ഞാൻ വിളിച്ചാൽ മതിയായിരുന്നു, മറന്നു ഞാൻ. പക്ഷെ ഞാൻ എനിക്ക് ചെലവാണ്, അങ്ങനെ ഞാൻ പറഞ്ഞു. അക്സർ എല്ലാവർക്കും ഒരേ കഴിവുണ്ട്, കഴിഞ്ഞില്ല നമുക്ക്. അപ്പൊ ഗായ്സ് 2 കേക്കും സെറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് വേണം. ഗംഭീരമാക്കാനുള്ള പ്ലാനിലാണ്. അതായത് 30 ഷോട്ട് എൻ്റെ മുഖത്തേക്ക് കുടിക്ക്, 30 ഷോട്ട് വരുന്ന ഷോട്ടും 2 മേശാപ്പും അടങ്ങുന്ന 1 പാക്കേജ്. വെറുതെ കയ്യിലിട്ട് ഞാൻ 30 എന്നൊക്കെ പറയൂ, എനിക്കൊരു പവർ ആയിക്കോട്ടെ. വെറുതെ തീർത്തോന്ന്. ലാസ്റ്റ് മേശാപ്പ് ഒത്തിക്കാൻ സാധനം ഇല്ലെങ്കിൽ പൊറ്റകളൊന്നും പ്രതീക്ഷിക്കാറില്ല. ആരാണ് പൊറ്റ? പൊറ്റതേക്കണ് ഒരു പൊറ്റ. കഴിഞ്ഞ ജാനുവരി 31 മുങ്ങിയതാണ്. പിന്നെ എന്റെ ബർത്ത്ഡേക്കാ പൊങ്ങണത്. എന്തുകൊണ്ട് നാം കാശ്മീരിൽ നമ്മൾ ആശ തന്നെ പറ്റിച്ചവനാണ്. അതായത് നല്ല മഞ്ഞത്ത് വിശന്നിരുന്നപ്പില്ലേ പല ഫുഡും മേടിച്ചതെന്ന് പറഞ്ഞ മോയിപ്പിച്ചവനാണ്. ട്രെയിനിൽ നിന്ന് എന്ത് ലേസും വെള്ളോ അല്ലല്ല, നിങ്ങ അപ്പുറത്തെ കമ്പാർട്ട്മെന്റ് നമ്മ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു കഴിച്ച്. എന്നിട്ട് പിന്നെ ജാനുവരി 31 യാസിന് ഏറ്റവും കൂടുതൽ വിഷമമായ നിനക്കാണ്. നിനക്ക് നീ ക്യാമറ പിടിച്ച് നിക്കരുത്, അങ്ങനെ പിടിക്കല്. ഇതാണ് ഇങ്ങനെ തന്നെ പിടിക്ക്. അപ്പൊ അന്ന് വിഷമായത് യാസീനാണ്. യാസീൻ നമ്മളെ വിളിച്ചിട്ട് പറയാ അക്സർ ചെലവ് ചെയ്തില്ല, അക്സർ അക്സർ വിളിക്കോടാ, നമ്മ അവനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. കള്ളപ്പൊറ്റ എന്തൊക്കെ പറഞ്ഞിട്ടാണ് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയത്. കാരണം അവനിപ്പോ മുങ്ങി നിക്കണവരെ അതാണ്. അപ്പൊ ബർത്ത്ഡേ പാർട്ടി എന്താന്ന് വിചാരിക്കുന്നത്? പാലത്തിന്റെ ഒക്കെ മിക്കവാറും കേസാവും. യാസീനെ കട്ട് ചെയ്യണ്ട, നീ എടുത്തു. നീ മുറിച്ചോ? നിക്ക് ആലോചിച്ചൊക്കെ. എടാ 1 മിനിറ്റ് ആടാ. എന്ത് കിട്ടിന്ന് അത് തിരിക്കാൻ പറ്റുമോ? അതിലേ നീ പറഞ്ഞനുസരിച്ച് ക്യൂട്ടി പൈന്നൊക്കെ നമ്മ മേടിച്ചത്. അപ്പൊ നാളെ അതൊക്കെ അത് ചെറിയൊരു മാസാണ്. അതിൽ ആരും മൈൻഡ് ആക്കണ്ടാവും. അപ്പോൾ ഈ പരിപാടിന്റെ പ്ലാനർ കോർഡിനേറ്റർക്കും എല്ലാമായ ആലി അത് കഴിക്കുന്നു. പിന്നെ കോർഡിനേറ്റർ ആണ് സ്വയം പറഞ്ഞു നടക്കുന്ന അക്സറിന് നീ കൊടുക്കൂ. പരിപാടിയെല്ലാം ഫ്ലോപ്പ് ആക്കി അക്സറിന് നീ കൊടുക്കൂ. അപ്പോൾ എല്ലാ പരിപാടിയും ഏറ്റെടുത്ത് അലങ്കോലമാക്കി കൊടുക്കുന്നു അക്സർ യാസീൻ. ബന്ധപ്പെടുക, അടുത്ത അനീറ്റ ബന്ധപ്പെടുക. അപ്പൊ സുഹൃത്തുക്കളെ, എനിക്ക് ഇത്തിരി വലിയ ഭക്ഷണം നോക്കി തരണം. അത് വലിയ മനസ്സിലായി. ഓപ്പിലും പോയി അനീറ്റനെ സ്വന്തം യാസീൻ. അല്ലല്ല, യാസീനോട് അച്ചീവിടേണ്ട പേരാ അത്. നീ സോറി ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളെന്തെങ്കിലും ഞാൻ പിടിക്കാം. അപ്പൊ ഇനി സുഹൃത്തുക്കളെ, അടുത്തതായിട്ട് ഗിഫ്റ്റ് ആണ്. ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കണ യാസീൻ. യാസീനെ വാ, ഗിഫ്റ്റ് കൊടുക്ക്. അപ്പൊ സുഹൃത്തുക്കളെ, യാസീന്റെ ഗിഫ്റ്റ് എന്താ നോക്കാം. യാസീന്റെ ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റ്. എന്തൊക്കെയാണ് അത്? ഞാൻ കട്ട് ചെയ്യണോ? അത് നിനക്കൊക്കെ ഒരു മര്യാദ. ഞാൻ ഒരു ചെറിയ പറഞ്ഞതില്. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ ഫുൾ 18 കണ്ടന്റ് വീഡിയോസ് ആയിരുന്നു. നമുക്ക് എന്തായാലും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കാണാം. ഏകദേശം അവസാനിച്ച് ഈ വ്ളോഗ് അവസാനിച്ച്. ഈ വ്ളോഗ്
ക്യാമറാമാൻ ഒരു ഇഷ്യൂ ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കാൻ സഹകരിക്കുക. നമ്മുടെ സ്ഥിരം ക്യാമറാമാനല്ല, അതിൻ്റെതായ ഒരു പ്രശ്നം. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അതിൽ കൈ നിറയെ സമ്മാനമാണ്, ഒരു കൈ നിറയെ നിറച്ച സമ്മാനങ്ങളായിട്ടാണ് അതിലൊന്ന് വീട്ടിലേക്ക് വന്നത്. നമുക്ക് ചോദിച്ചു നോക്കാം. അതിൽ 22 വയസ്സിൽ നീ ഇങ്ങനെ ഒരു ബർത്ത്ഡേക്ക് ഞാൻ വീട്ടിൽ പോണത് കണ്ടിട്ടില്ല. എന്താണ് അതിനെ കുറിച്ചുള്ള? സാധാരണമാരൊക്കെ മൂക്ക് മുറ്റം തിന്നു, ഞാനും ഉണ്ട് അതില്. തിന്നിട്ട് വീട്ടിൽ പോറാ മതി. ഇതിൽ ഒരു വ്യത്യസ്തമായി മെച്യൂരിറ്റിന്റെ അടയാളമാണത്. ഇല്ല, അല്ലെങ്കിൽ മറ്റേ ട്രിക്ക് അടിച്ച് ഒരു ഷർട്ട് മേടിച്ച് വന്നിട്ട് ഫുഡ് മേടിച്ച ഒരാളെ ട്രിക്കോ? എന്താണ് നിനക്ക് തോന്നുന്നത്? അങ്ങനല്ല, നമ്മളെ പയ്യന്മാർ അങ്ങനെയല്ലാന്ന് എനിക്കറിയാം. ഇത്രയും വർഷത്തെ ബർത്ത്ഡേയില് എന്റെ ബെസ്റ്റ് ബർത്ത്ഡേ ഇതാണ്. അക്സറൊക്കെ നോക്കി. ഇനി ആരെങ്കിലും വന്നാൽ മാറുമോ? അക്സർ ഇനി ചോദ്യം ഇനി ആരെങ്കിലും വന്നാൽ മാറും? ഇന്നിതൊക്കെ ആരൊക്കെ വന്നാലും മാറൂല. ഈ ബർത്ത്ഡേ തന്നെ ആയിരിക്കും. ഒരു 20 വർഷം കഴിഞ്ഞിട്ട് ആലോചിച്ചാലും 22ാം ബർത്ത്ഡേ എന്ന് പറയും. അതിൽ നല്ല അടുത്ത വർഷം നമ്മൾ ഇതിലും ഗംഭീരാകൂല. ഒക്ടോബറിൽ അടുത്ത ബർത്ത്ഡേ നമുക്ക് അപ്പൊ യാസീന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. ഷീമാട്ടി അതറിയില്ല. അതില് ഒരുപാട് ഗിഫ്റ്റ് നോക്കി, കൈ നിറയെ ഗിഫ്റ്റ് ആയിട്ടാണ് പള്ളുരുത്തി കച്ചേരിപ്പടി അതിൽ പോകുന്നത്. കേക്കൊക്കെ ബാക്കി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കേക്ക്. ഈ ഒരു ഇളയവന്റെ വ്ളോഗ് നിങ്ങൾ കണ്ട് സഹകരിക്കുക. ഇതുപോലെ മികച്ച ഒരു ബർത്ത്ഡേ അതെന്തൊക്കെ എല്ലാം കണ്ട് എല്ലാം കിട്ടി, സന്തോഷം. അങ്ങനെ അവിടുത്തെ നേരത്തെ പടക്കം പൊട്ടും. പക്ഷെ ഞാൻ മാക്സിമം നേരത്തെ വരാൻ നോക്കും. അങ്ങനെയാണെങ്കിൽ വ്ളോഗ് ആയിരിക്കും. പക്ഷെ എനിക്കൊരു ഫോട്ടോ എടുക്കണം നിന്നായിട്ട്. അപ്പൊ ഈ വ്ളോഗ് കാണാം. ബൈ.